ചേച്ചി ഒരുപാട് സന്തോഷം. ഒരുപാട് കാലമായി ചേച്ചിയെ കണ്ടിട്ട് വന്നതിന്, ഈ വേദിയിലെത്തിയതിന്, ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതിന് വളരെയധികം സന്തോഷം. സുഖമാണോ? സുഖമാണ്. കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. താങ്ക് യു. ലാലേട്ടനേക്കാൾ ലാലേട്ടൻ്റെ അമ്മയായിട്ടാണ് കൂടുതൽ ബന്ധം എന്ന് കേട്ടിട്ടുണ്ട്. അതെ, ലാലുവിൻ്റെ അമ്മയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ലാലില്ലാത്ത പടങ്ങളാണെങ്കിലും അതെ, ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ ടി വിയിൽ വരുവാണെങ്കിൽ കണ്ടിട്ട് മക്കളെ എന്നൊരു വിളിയുണ്ട്. യോ എന്ത് സ്നേഹമാണെന്നറിയാം, ഭയങ്കര ഇഷ്ടമായിട്ട്. എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പോകുമ്പം വീട്ടിൽ പോവുകയും അമ്മയെ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാറില്ലെന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്, എന്നെയും ഇഷ്ടമാണ്, എനിക്ക് അങ്ങോട്ടും അതുപോലെ തന്നെ. ചേച്ചി ഒരിക്കൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, അധികം എൻ്റെ അമ്മയായിട്ട് അധികം ചേച്ചി വളരെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു സ്ഫടികമാണെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമ ആണോ? അതെ, അമ്മയായിട്ട് ഞാൻ ഒരുപാട് സിനിമയിലൊന്നും ലാലിൻ്റെ കൂടെ പിൽക്കാലത്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ചെയ്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. അത് ശരി. ചേച്ചി നാടകവേദിയിൽ നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നൊരു സമയത്താണ് സിനിമയിലേക്ക് എത്തിച്ചേർന്നത്. അതെ, തീർച്ചയായിട്ടും അത് ഒരുപാട് സഹായിച്ചില്ലേ പിൽക്കാലത്ത് ഒരുപാട് കഥാപാത്രങ്ങളെ ചെയ്യാൻ നാടകവേദി? അതെ 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 അതെ. ഒന്നാമത് KPSCയുടെ തന്നെ ഒരു നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ കൂടി തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്, കൂട്ടുകുടുംബം നാടകം. എന്തോ അന്ന് ഈ നാടകത്തിൽ കുറച്ച് ആദിഭാവത്വമായിട്ട് അഭിനയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടുമില്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ തന്നെ അപ്പം എന്തായെന്ന് വെച്ചാൽ സത്യമാഷയുടെ കൂടെയും നസീർ സാറിൻ്റെ കൂടെയും എല്ലാം അഭിനയിച്ച് അവസാനം മമ്മൂസ് വന്നു, ലാലു വന്നു, അവരുടെ കൂടെയും നമുക്കത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിവിൻ പോളിയുടെ വരെ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട്, അത് നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് തന്നെയായിരുന്നു. നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ചേച്ചി ഇപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ നാടക നടി മാത്രമല്ല, കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷത കൂടിയാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ലാലേട്ടനുമായിട്ട് അമ്മ ഒരുപാട് സിനിമകളിൽ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ അമ്മയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സിനിമകളെ ചെയ്തിട്ടുണ്ട്. മാടമ്പി ചെയ്തു, ഇത് ചെയ്തു, പിന്നെ വേറെ ഒരു പടം കൂടെ ചെയ്തിട്ടുണ്ട്. കുറച്ചേ ചേച്ചിയായിട്ട് വളരെ വിചിത്രമായ റോളുകളാണ് ഞങ്ങൾ. പിന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ തുടങ്ങിയത് സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ്. അതിൽ ഞാൻ കാർത്തികയുടെ അമ്മയായിരുന്നു. ചേച്ചിയെ എനിക്ക് മറക്കാനാകാത്ത ചേച്ചിയുടെ ഒരു കഥാപാത്രം തേന്മാവിൻ കൊമ്പത്ത്. എന്തൊരു മനോഹരമായ കഥാപാത്രമാണ്. പ്രിയന്റെ പടം. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മണിക്ക? ഏത് പാട്ട്? എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിം കല്ലാണ്. ഒരുപാട് നല്ല ഓർമ്മകൾ ചേച്ചിയുമായിട്ട്. പിന്നെ ഈ സിനിമയേക്കാൾ കൂടുതൽ നമ്മൾ അമേരിക്കൻ ട്രിപ്പൊക്കെ പോയി ഒരുപാട് സ്റ്റേജുകളിൽ. അതെ, ഞാൻ ചേച്ചിയുമായിട്ട് ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്കിറ്റുകൾ, ഒരുപാട് പെർഫോമൻസുകൾ ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തമാശകളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് ഒറ്റ വാക്കിലൊന്നും ഇവിടെ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. എന്നെ കൂടുതൽ പാടാൻ പ്രേരിപ്പിച്ച ഒരാളാണ് ലാലെന്ന് വേണം പറയാൻ. നാടകത്തിൽ നിന്ന് വന്നതിന് ശേഷം സിനിമ, അത് ഞങ്ങളിവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ത്യയിലൊന്നും പാടില്ല, വെളിയിലൊക്കെ പോയാലേ ഉള്ളൂ. ഓർമ്മയുണ്ടോ നമ്മൾ അവിടെ അമേരിക്കൻ നന്നായിട്ട് പാടുന്നതാണ്, മനോഹരമായിട്ട് പാടുന്നതാണ്. നമുക്ക് ഇന്ത്യയിലൊന്ന് പാടിച്ചാലോ? അയ്യോ വേണ്ട, ഇപ്പൊ പാടാൻ പറ്റത്തില്ല, എൻ്റെ അമ്മോ തീർന്നു. വേണമെങ്കിൽ ഒരു ലൈൻ പാടാൻ ചേച്ചി. അയ്യോ വേണ്ട, ലാലേട്ടനും കൂടെ ഒന്ന്. തീർച്ചയായിട്ടും ഞാനും കൂടെ പാടാം. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിം കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോ നീല കരിമ്പിൻ്റെ തുണ്ടാണു കണ്ടതയ്യാ, ചക്കര തുണ്ടാണു കണ്ടതയ്യാ, എന്തിനു നോക്കണ ചന്ദിര നീ ഞങ്ങളെ, അയ്യോ ചന്ദിര നീ ഞങ്ങളെ. ചേച്ചി എത്ര മനോഹരമായിട്ട് പാടി ചേച്ചി. അപ്പം വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ കാരണം ചേച്ചി പാടിയിരിക്കുന്നു. വളരെ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു സീൻ ആ സിനിമയിൽ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് പറയാൻ, ഷെയർ ചെയ്യാൻ? സ്ഫടികത്തില് പള്ളിയിൽ എൻ്റെ മകളുടെ കല്യാണത്തിന്
വരുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ കയറ്റാൻ പാടില്ല എന്ന്. അതെ. എന്നിട്ട് മകൻ വന്ന് ഒളിച്ചു നിന്നിട്ട് അത് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് ചങ്ക് പൊട്ടിയിട്ട് നീ ഇവിടെ കയറരുത് ഇറങ്ങിപ്പോ. എപ്പോഴും എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി വിറയ്ക്കും. നിങ്ങളുടെ മോടെ കല്യാണത്തിന് അവൻ വരില്ല. എന്റെ മോൻ തെണ്ടിയല്ല. എന്തിനാടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങിപ്പോടാ. ഇത്രയും നാച്ചുറലായിട്ട് ഏത് കഥാപാത്രത്തെയും, അത് നാടനായാലും അത് മോഡേൺ ആയാലും അത് അമ്മയായാലും അമ്മായി അമ്മയായാലും അമ്മുമ്മയായാലും ഇത്രയും തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്ന മറ്റൊരു ചേച്ചി ഞങ്ങളുടെയൊക്കെ ഇടയിൽ ഇല്ല.